നമസ്കാരം കൂട്ടുകാരെ. ഇന്ന് ഞായറാഴ്ചയാണ്. അപ്പോൾ ഇന്ന് ഇവിടെ അടുത്തുള്ളൊരു പള്ളിയിലെ കുറച്ച് കാഴ്ചകൾ കാണിച്ചു തരാമല്ലോ എന്ന് എഴുതി ഇറങ്ങിയതാണ്. സ്കോട്ടിഷ് വെതറാണ്, വളരെ തണുപ്പാണ്. ഇന്നലെ വരെ നല്ല ചൂടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പെട്ടെന്ന് വീണ്ടും ക്ലൈമറ്റ് ചേഞ്ചായി. അപ്പോൾ നമ്മൾ പള്ളിയുടെ അടുത്തേക്ക് പോവാണ്. ഇനി നമുക്ക് പയ്യെ കാര്യങ്ങൾ കാണാം കേട്ടോ. നോർത്ത് ലനാർക്ക്ഷയർ കൗൺസിലിൽ പെട്ട ചെറിയൊരു പട്ടണമാണ് കേട്ടോ ബെൽസിൽ. നമ്മൾ പറഞ്ഞ പോലെ തന്നെ പള്ളിയിൽ നിന്നാണ് തുടങ്ങുന്നത്. പള്ളിക്ക് മനോഹരമായ പാർക്കിങ്ങും നല്ല സ്റ്റോൺ ബിൽഡിംഗ് ആണ്. അതിൻ്റെ പുറകിൽ തന്നെ അച്ഛന്മാർക്ക് താമസിക്കാനുള്ള മേടയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പഴയ പുരാതനമായിട്ടുള്ളൊരു ബിൽഡിങ്ങാണ് കേട്ടോ ഇത്. ഈ കല്ലുകൊണ്ട് കിട്ടിയതായതുകൊണ്ട് തന്നെ വലിയ പെയിൻ്റ് അടിക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. ആ റുസ്റ്റിക് ഫീലിൽ തന്നെയാണ്. സ്ലേറ്റാണ് ഇതിൻ്റെ മുകളിലിട്ടേക്കണേ കേട്ടോ. ഞാൻ പറഞ്ഞു നോർത്ത് ലനാർക്ക്ഷയർ എന്ന്. അതിൻ്റെ ഭാഗമാണ് ബെൽസിൽ കേട്ടോ. നിങ്ങൾക്കറിയാം, UK 4 കൗണ്ടികളാണുള്ളത്. ഇംഗ്ലണ്ട്, സ്കോട്ട്ലൻഡ്, വെയിൽസ്, നോർത്തേൺ അയർലൻഡ്. ഇതിൽ സ്കോട്ട്ലൻഡിലാണ് ഞാൻ താമസിക്കുന്നത്. ഈ സ്കോട്ട്ലൻഡിനെ തന്നെ ഒരു 32 കൗൺസിലുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഭരിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്, ജനങ്ങൾക്കുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് തിരിച്ചേക്കണേ കേട്ടോ. ഈ 32 കൗൺസിലിൽ പെടുന്ന ഒരു കൗൺസിലാണ്, സ്കോട്ട്ലൻഡിലെ കൗൺസിലാണ് നോർത്ത് ലനാർക്ക്ഷയർ. അതിലെ ഒരു ചെറിയ ടൗണാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്ന ബെൽസിൽ എന്ന് പറയുന്നത്. എല്ലാം കൊണ്ടും സുന്ദരമായിട്ടുള്ള ഒത്തിരി പള്ളികളും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട എല്ലാ സൂപ്പർ മാർക്കറ്റുകളും കമ്മ്യൂണിക്കേഷൻ സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു ചെറിയ ഗ്രാമമാണ് കേട്ടോ ഇത്. ഗ്ലാസ്ഗോയിലേക്ക് ഇവിടെ നിന്നൊരു 10 മൈലും എഡിൻബറയിലേക്ക് 33 മൈലുമാണ് ദൂരം. ഗ്ലാസ്ഗോയിലെ അപേക്ഷിച്ച് അല്ലെങ്കിൽ എഡിൻബറയെ അപേക്ഷിച്ച് വാടക വളരെ കുറവാണ്. ഒരുപാട് കുറവെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ വന്ന് താമസിക്കുന്നത്. ഇത് പള്ളിയുടെ വാതിലാണ് കേട്ടോ. 2 മെയിൻ വാതിലാണ്. ഞാൻ പറഞ്ഞു ഒത്തിരി പള്ളികളുണ്ട് ഇവിടെ നിന്ന്. 1000 ചില്ലാനും പള്ളികൾ ചർച്ച് ഓഫ് സ്കോട്ട്ലൻഡ് ആണ്. ചർച്ച് ഓഫ് സ്കോട്ട്ലൻഡ് നമ്മുടെ മാർപ്പാപ്പയുടെ കീഴിൽ വരുന്നതല്ല, ഇവരുടേതായ ഒരു രീതിയിലുള്ള പള്ളികളാണ്. ക്രിസ്ത്യാനിറ്റിയാണ്. എന്നാൽ പോലും നമ്മുടെ നാട്ടിലേക്ക് പോലെയുള്ള പള്ളികൾ ഇവിടെ കുറവാണ്. ഇപ്പം ഞാൻ ഈ കയറുന്ന പള്ളി റോമൻ കാത്തലിക് പള്ളിയാണ്. നമ്മുടെ നാട്ടിലെ പോലെ കത്തോലിക്ക പള്ളിയാണ്. റോമൻ കാത്തലിക്കാണോ എന്ന് എനിക്കറിയില്ല, കത്തോലിക്ക പള്ളികളാണ്. ഇതൊരു 400-ൻ്റെ അടുത്ത് ഉള്ളൂ ഇവിടെ സ്കോട്ട്ലൻഡിൽ. മറ്റത് 1000-ൻ്റെ മുകളിലുണ്ട്. ചർച്ച് ഓഫ് സ്കോട്ട്ലൻഡ് 1000-10,000 ഒറ്റ പള്ളികളുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. മറ്റത് ഒരുപാടുണ്ട്. ചർച്ച് ഓഫ് സ്കോട്ട്ലൻഡ്, പിന്നെ ഫ്രീ ചർച്ച് ഓഫ് സ്കോട്ട്ലൻഡ്, ബാപ്റ്റിസ്റ്റ് ചർച്ചുകൾ, അങ്ങനെ മെത്തോഡിസ്റ്റ് ചർച്ചുകൾ, പ്രൊട്ടസ്റ്റൻ്റ്, അങ്ങനെ പല രീതിയിലുള്ള പള്ളികളുണ്ട് കേട്ടോ ഇവിടെ. വളരെ മനോഹരമാണ് കേട്ടോ പള്ളിയുടെ ഉള്ളിൽ. കാണേണ്ട കാഴ്ചകളാണ്. ഒത്തിരി രൂപങ്ങളും മദർ തെരേസയുടെ രൂപം, പോപ്പ് ജോൺ പോളിൻ്റെ രൂപം, നമ്മുടെ കർത്താവിനെ മരിക്കണ സമയത്ത് പൊതിഞ്ഞൊരു തുണിയുടെ ഒരു കോപ്പി ഇന്നവിടെ പ്രദർശിപ്പിക്കുന്നുണ്ടായിരുന്നു. അത് അച്ഛനോട് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ ഞാനത്. Copy, but real size. Okay. The same size what original. Okay, it's a replicate. Yeah, Okay. original is in Vatican, so Vatican or in Torino? it's been in Torino but was passed to Vatican Okay. in 100 years ago or something.
Okay. So now it's in Vaticano, and it's shown to public only one time for 5 years. Once in 5 years. Yeah. Oh, nice. That a few days people can watch, and 5 years can't. And again after 5 years, because it is appealing, gone. Okay. The picture gone, so they just try to protect. Where is exactly that's here? Here is the face, no? Face, Mm. hands crossed like here, Okay. and all. Okay. Here it is the face. Face is here. And here is back. Okay. Back, head, back, because Jesus was living here, and that part was folded like that. Okay. Good. I'm lucky too. ഒരു പുസ്തകം തുറക്കുന്ന രീതിയിൽ നോക്കിയാലേ നമുക്കത് മനസ്സിലാവുള്ളൂ കേട്ടോ. Okay, sir. Thank you. തലയുടെ ഭാഗം തന്നെ രണ്ട് രീതിയിൽ മുകളിലും പുറകിൽ കിടത്തിയിട്ട് ആ തുണി കൊണ്ട് തന്നെയാണ് തിരിച്ചിങ്ങനെ പുസ്തകം അടയ്ക്കണ പോലെയാണ് പറിച്ചേക്കണത്. അത് കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ കുട്ടികളുടെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അന്ന്. ഈ ഫസ്റ്റ് കമ്മ്യൂണിയന് സക്സസ്ഫുള്ളായിട്ട് പങ്കെടുത്ത കുട്ടികൾക്ക് സമ്മാനം കൊടുക്കുന്ന ഒരു പരിപാടി കൂടി ഉണ്ടായിരുന്നു. പള്ളിയിൽ സാമാന്യം ഭേദഗതി തന്നെ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. ഞായറാഴ്ച ആയതുകൊണ്ടാവാം. നമ്മൾ വിചാരിക്കും നമ്മുടെ നാട്ടിൽ മാത്രമേ ആൾക്കാർ പള്ളിയിൽ പോകുള്ളൂ എന്ന്. വിദേശ രാജ്യങ്ങളിലൊന്നും പള്ളിയിലെ ആൾക്കാരധികം പോകുന്നില്ല എന്നുള്ളൊരു തെറ്റിദ്ധാരണ നമുക്കുണ്ട്. നമ്മളിവരെ പറ്റി വിചാരിച്ചേക്കണ നമ്മുടെ നാട്ടിൽ കാണുന്ന മുടി പാറിപ്പറന്ന് ബാക്കിൽ ബാഗ് ഇട്ടുകൊണ്ട് നടക്കുന്ന വിദേശികൾ മാത്രമേ നമ്മുടെ മനസ്സിൽ ഓടി വരുള്ളൂ. അതൊന്നുമല്ല. നമ്മൾ ഇവിടെ വരുമ്പോഴാണ് യഥാർത്ഥ യൂറോപ്യൻസിനെ അല്ലെങ്കിൽ സായിപ്പന്മാരെ കാണാൻ പറ്റുള്ളൂ. നമ്മളെപ്പോലെ തന്നെ കുടുംബമായിട്ടും ഫാമിലിയായിട്ടും കുട്ടികളുടെ ഒപ്പവും ഫാമിലിക്കൊക്കെ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരുപാട് പേരെ ഞാനിവിടെ കണ്ടിട്ടുണ്ട്. അതാണ് നമ്മൾ കാണുന്നതാണ്. നമ്മൾ ഇവിടെ നിന്ന് വെക്കേഷന് വരുമ്പോൾ ആൾക്കാർ അവർ വെക്കേഷൻ മൂഡിലാണ് അവിടെ വരുന്നത്. അതല്ല അവരുടെ യഥാർത്ഥ ജീവിതം. ഒരാളുടെ യഥാർത്ഥ ജീവിതം കണ്ടെങ്കിൽ അയാൾ താമസിക്കുന്ന സ്ഥലത്ത് നോർമൽ ആൾക്കാരാണ്. ഇവരൊക്കെ സാധാരണക്കാരാണ്. പൈസയുണ്ട്, പൈസ ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. ഫാമിലിയായിട്ടും കുടുംബമായിട്ടും കുടുംബത്തിൻ്റെ വാല്യൂസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആൾക്കാർ തന്നെയാണ് മെജോറിറ്റി ഉള്ള ആൾക്കാർ. നമ്മൾ സിനിമകളിൽ കാണുന്നതോ അവിടെ പറയുന്നോ നമ്മൾ വെക്കേഷൻ വരുമ്പോൾ ബീച്ചിൽ വന്ന് സായിപ്പന്മാർ ഡ്രസ്സില്ലാണ്ട് കിടക്കുന്നു, ഇതൊക്കെയാണ് നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ. ഇതൊന്നുമല്ല ഇവരുടെ യഥാർത്ഥ ചിത്രം. ഇപ്പോഴൊക്കെയാണ് ഇവരെ മനസ്സിലാക്കണം. ഇവരെന്ത് ഭക്തിയോടെ ഇരുന്ന കുർബാന കാണുന്നു, കുട്ടികളുടെ കുർബാനയ്ക്കുള്ള പഠന സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതും, അച്ഛനും അമ്മയും ഇതിൽ പല പ്രായക്കാരുണ്ട്. പ്രായമായവർ, യുവാക്കൾ, ചെറുപ്പക്കാർ, ഈ കുർബാനയ്ക്കൊക്കെ കൂടുന്ന പിള്ളേരെയൊക്കെ ഉണ്ടല്ലോ. ഞാനുമൊക്കെ ചെറുപ്പത്തിലെ പള്ളിയിലൊക്കെ പോയിട്ടുണ്ട്, സക്രിസ്റ്റാനായിട്ടൊക്കെ നിന്നിട്ടുണ്ടല്ലോ. അതുകൊണ്ട് നമുക്കറിയാം അതിൻ്റെ കാര്യങ്ങൾ. ആ പ്രായമുള്ള പിള്ളേരിൽ തന്നെ എന്തൊരു ഭക്തിയും കാര്യങ്ങളും അത് നമുക്ക് കാണാം. ഒരു തലമുറേനെ ഇവർ വാർത്തെടുക്കുന്നത്. പുറമേ ഇതൊന്നും ഇല്ലാത്ത, ദൈവവിശ്വാസം ഇല്ലാത്ത ആൾക്കാർ കൊണ്ടിട്ട് ഞാൻ ഇല്ലയെന്ന് പറയുന്നില്ല, എല്ലാം ഉണ്ട്. പക്ഷെ നമ്മൾ അവിടെ കാണുന്നത് ഇതൊന്നുമല്ല എന്നുള്ളൊരു വിശ്വാസമാണ്. നമുക്ക് ഇംഗ്ലീഷുകാരെ പറ്റിയൊക്കെ മനസ്സിൽ വരുന്നത് ആദ്യം അതാണല്ലോ. അതുകൊണ്ട് പിള്ളേർക്ക് സമ്മാനങ്ങൾ കൊടുക്കുകയാണ് അച്ഛൻ വിളിച്ച്. അച്ഛനാണെങ്കിലും ഒക്കെ വളരെ ഫ്രണ്ട്ലിയാണ് കേട്ടോ. വേറൊരു സീൻ നിങ്ങൾക്കിത് കഴിയുമ്പോൾ കാണാം. ഈ കുർബാന കഴിഞ്ഞ് അച്ഛൻ പുറത്തേക്ക് ഇറങ്ങി, പിള്ളേരൊക്കെ മേടയിലേക്ക് പോവും കുരിശൊക്കെ ആയിട്ട്. അച്ഛൻ നേരെ പള്ളിയുടെ ഫ്രണ്ടിലേക്കാണ് പോകുന്നത്. പള്ളിയുടെ ഫ്രണ്ടിൽ ഇറങ്ങി നിന്ന് ഇടവകക്കാരെ ഇറങ്ങി വരുമ്പോൾ നിങ്ങൾ വീഡിയോയിൽ ഇനി തുടർന്ന് വരുമ്പോൾ കാണാൻ പോകുന്ന കാഴ്ചയാണത്. കുശലാന്വേഷണം നടത്തി, വർത്തമാനങ്ങൾ ചോദിച്ച് എങ്ങനെയുണ്ടായിരുന്നു കുർബാന, അങ്ങനെയുള്ള ആ ഒരു ബന്ധങ്ങൾ.
ബിൽഡിങ്ങുകളുടെ അടിസ്ഥാനപ്പെടുത്തിയാണ്.
How do you enjoy your tennis liturgy? Do you go for tennis liturgy? Was it nice? അപ്പോൾ പള്ളി കഴിഞ്ഞു, ആൾക്കാരൊക്കെ പോയി തുടങ്ങി. ഇനിയുള്ള സമയം കൊണ്ട് ഞാൻ നിങ്ങൾ ഈ ബെൽസിലൊന്ന് കാണിച്ചു തരാം. ഞാൻ താമസിക്കുന്ന പട്ടണം ഒന്ന് കാണിച്ചു തരാം. ആൽഡിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ആൽഡി സൂപ്പർ മാർക്കറ്റ് യൂറോപ്പിൽ താമസിക്കുന്ന എല്ലാവർക്കും തന്നെ പരിചിതമായിരിക്കും. ലിഡിലും ആൽഡിയാണ്. അത് ജർമ്മൻ കമ്പനികളാണ്. നമുക്ക് സാധാരണക്കാർക്ക് വാങ്ങിക്കാൻ പറ്റിയ പ്രൈസ് സാധനങ്ങൾ വിൽക്കുന്ന 2 സൂപ്പർ മാർക്കറ്റുകളാണ് ലിഡിലും ആൽഡി. ഇത് രണ്ടും സ്കോട്ട്ലൻഡിലുണ്ട്. എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ഈ ആൽഡി. അതിൻ്റെ മുമ്പിലൊരു പോസ്റ്റ് ഓഫീസിൻ്റെ കളക്ഷൻ സെൻറ്റർ ഉണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ പഴയ പോസ്റ്റ് പെട്ടി ഉണ്ട്, തപാൽ പെട്ടി. അതാണ്. UK ആൾക്കാർ ഇപ്പോഴും പ്രായമായവർ കൂടുതലുള്ളതുകൊണ്ട് ഈ ഫിസിക്കൽ പോസ്റ്റുകൾ പോസ്റ്റ് ചെയ്യാൻ ഇപ്പോഴും ഇഷ്ടപ്പെടുന്നവരുണ്ട്. 2 നേരം ഇതിൽ കളക്ഷൻ ഉണ്ടെന്നും കൂടി നിങ്ങളിപ്പോൾ വായിച്ചു കിട്ടോ. രാവിലെയും വൈകിട്ടും ആ പോസ്റ്റ് ക്ലിയർ ചെയ്യും. അപ്പോൾ ആൽഡിയിൽ നിന്ന് നമ്മൾ പയ്യെ മെയിൻ സ്ട്രീറ്റ് വഴി നടന്നു തുടങ്ങുമ്പോൾ വഴിയോരത്ത് കാണുന്ന ലില്ലിച്ചെടികളാണ് നിങ്ങൾ കാണുന്നത്. എന്ത് മനോഹരമായിട്ടാണ് ഇവർ സിറ്റി മെയിൻറ്റെയിൻ ചെയ്തേക്കണെന്ന് നോക്കി. ഇതൊന്നും വലിയ മെയിൻ്റനൻസ് ആവശ്യമില്ലാത്ത ചെടികളാണ് കേട്ടോ. തണുപ്പ് സമയം വരുമ്പോൾ ഇത് ഉണങ്ങിപ്പോവും. വേനൽക്കാലം വരുന്ന സമയത്ത് വീണ്ടും മണ്ണിൻ്റെ അടിയിൽ നിന്ന് മുളച്ച് വരും. ഞാനൊക്കെ ഓർക്കുന്നുണ്ട് എൻ്റെ വീട്ടിൽ പണ്ട് തറവാട്ടിൽ ലില്ലിച്ചെടികൾ എല്ലാ കൊല്ലവും കൃത്യമായിട്ട് അവർ മണ്ണിൻ്റെ അടിയിൽ നിന്ന് മുകളിലേക്ക് വരും. അതുപോലെ തന്നെ ഇങ്ങനത്തെ ചെടികളൊക്കെയാണ് നടേണ്ടത്. ശരിക്കും നമുക്ക് വലിയ കോസ്റ്റ് മെയിൻ്റനൻസ് ഇല്ലല്ലോ. അപ്പോൾ ആൽഡിയിൽ നിന്ന് നമ്മൾ മെയിൻ സ്ട്രീറ്റ് വഴി നടന്നു പോവുകയാണ്. തന്തൂരി ഉണ്ട് ഒരെണ്ണം. ഇന്ത്യൻ ടേക്ക് അവേകൾ നമുക്ക് യൂറോപ്പിലെ സ്പെഷ്യലി UK എവിടെയും നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഈ മെയിൻ സ്ട്രീറ്റിൽ ഒട്ടുമിക്ക എല്ലാ മെയിൻ കടകളും ഉണ്ടാവും. ഫിഷ് ആൻഡ് ചിപ്സ്, ഇന്ത്യൻ തന്തൂരി ടേക്ക് അവേ. പിന്നെ അങ്ങോട്ട് മുന്നോട്ട് പോകുന്നതോറും വേറൊരു ചർച്ച് വരുന്നുണ്ട്. വലതുവശത്ത് ചാര കളറിൽ പെയിൻറ്റ് ചെയ്തേക്കണ വേറൊരു ചർച്ചാണ്. വല്ല ബാപ്റ്റിസത്തിൻ്റെ വല്ലതും ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. വലിയ കാര്യമായ ആൾക്കാരെയും കണ്ടില്ല. ഞായറാഴ്ചയായിട്ട് പോലും ആൾക്കാരെ കാണുന്നില്ല. അപ്പോൾ ഏതെങ്കിലും ചെറിയ പള്ളികളായിരിക്കണം. പിന്നെ കുറച്ചും കൂടി മുന്നോട്ട് പോകുന്നതോറും നമുക്ക് ഒരു ഫാർമസി ഉണ്ട്. ഫാർമസിയുടെ അടുത്ത് തന്നെ NHSൻ്റെ ഒരു GP സെൻ്റർ ഉണ്ട്. നമുക്ക് ഡോക്ടർമാരെയൊക്കെ കാണാനായിട്ട്, ബെൽസിലുള്ളവർക്ക് വന്ന് കാണാനായിട്ട് ചെറിയ ഹോസ്പിറ്റൽ. ബെൽസിൽ ഞങ്ങൾക്ക് വലിയ ഹോസ്പിറ്റലില്ല, ചെറിയ ഔട്ട് പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യണ സ്ഥലം മാത്രമേ ഉള്ളൂ കേട്ടോ. ന്യൂ മാർക്ക് എന്നാണ് അതിൻ്റെ പേര്. ഇവിടെ നമുക്ക് ഡോക്ടർ എന്തെങ്കിലും റെസിപ്പിയൊക്കെ എഴുതി തന്നാൽ അവിടെ നിന്ന് വാങ്ങിക്കണതാണ്. ബസ് സ്റ്റോപ്പുകളുണ്ട്. ഇനി നമ്മൾ മെയിൻ സ്ട്രീറ്റ് അങ്ങോട്ട് വലിയ വലിയ കടകളുടെ വശങ്ങളിലേക്ക് തുടങ്ങിയിട്ടില്ല കേട്ടോ. ഇതൊരു ജോബ് സെൻറ്റർ പ്ലസ് ആണ്. നമ്മുടെ തൊഴിൽ സംബന്ധമായ കാര്യങ്ങൾക്ക് നമ്മളെ സഹായിക്കുക. നമുക്ക് NIN രജിസ്ട്രേഷൻ ഇപ്പോൾ എല്ലാവരും ഓൺലൈനാണ് അപേക്ഷ കൊടുക്കണേ. പണ്ട് നമുക്ക് ഇവിടെ പോയാൽ നമുക്ക് അപേക്ഷ കൊടുക്കാമായിരുന്നു. നമുക്കിപ്പോൾ തൊഴിൽ നഷ്ടപ്പെട്ടാൽ തൊഴിലെങ്ങനെ അന്വേഷിക്കാം, ഇവർ നമ്മളെ സഹായിക്കും. കുറച്ചും കൂടി മുന്നോട്ട് പോരാൻ നേരത്തെ ഒരു വാനിൽ ഫുഡ് ട്രക്ക് ഞായറാഴ്ച ആയിട്ട് അടച്ചിട്ടേക്കാണ്. സാധാരണ നല്ല തിരക്കായിരിക്കും കേട്ടോ. ഞായറാഴ്ച ആയിട്ട് തിരക്ക് ഇച്ചിരി കുറവുണ്ട്. പക്ഷേ കടകളൊക്കെ അടച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് സൗകര്യമായിട്ട് നടന്നു പോകാൻ പറ്റും. ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് ഞാൻ ആ പറഞ്ഞ NHSൻ്റെ കേട്ടോ. മുന്നോട്ട് പോകുന്തോറും നല്ല നല്ല ബിൽഡിങ്ങുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇനി നമ്മൾ മെയിൻ സ്ട്രീറ്റിലേക്ക് കിടക്കുകയാണ്. ബിൽഡിങ്ങുകളൊക്കെ UK സമ്മതിക്കണം കേട്ടോ. എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും അത് അനങ്ങാതെ തന്നെ നിൽപ്പുണ്ട്.
ഇവരുടെ കൺസ്ട്രക്ഷൻ സമ്മതിക്കേണ്ട കാര്യങ്ങളാണ്. പണ്ട് പണിതേക്കണാണ്. ഇപ്പോഴത്തെ ബിൽഡിങ്ങുകളൊക്കെ വളരെ ചുരുക്കമാണ്. ഇപ്പോൾ ഇടത് ദിവസം നിങ്ങൾ കാണുന്ന ബിൽഡിങ്ങൊക്കെ ഇപ്പോൾ പുതിയതാണ്, വലിയ താമസമില്ല, 10-20 വർഷത്തിൻ്റെ ഉള്ളിൽ പണിതാണ്. അത് കഴിയുമ്പോൾ തന്നെ കാണാം ഒരു സ്കോട്ടിഷ് ചർച്ച്. ഞാൻ പറഞ്ഞല്ലോ, ഇവരാണ് ഇവിടെ കൂടുതൽ. ചർച്ച് ഓഫ് സ്കോട്ട്ലൻഡ്, അവരുടെ ഒരു ചർച്ചാണ് ഇനി ഇടതുവശത്ത് കാണുന്നത്. ചർച്ചുകളൊക്കെ പഴയ ചർച്ചുകളാണ്, പക്ഷെ ഒരുപാട് അങ്ങനെ മൂടി പിടിപ്പിച്ച ചർച്ചകളൊന്നുമല്ല കേട്ടോ. നമ്മുടെ നാട്ടിൽ പിരിവെടുത്ത് ഒരു വീട്ടിൽ നിന്ന് ഒരു തെങ്ങിൻ്റെ വരുമാനം ഒരു പവൻ ഒരു വീട്ടിൽ നിന്ന് കൊടുത്ത് അങ്ങനെയൊക്കെ പല ഇടവകകളിലും പൈസ പിരിച്ചാണ് മോടി പിടിപ്പിച്ച് വയ്ക്കുന്നത്. ഇവിടെ മോടി പിടിപ്പിക്കലൊന്നും പുറത്തൊന്നുമില്ല, സിമ്പിളായിരിക്കും, ഒരു പെയിൻറ്റ് പോലും ഇല്ല. പക്ഷെ അകത്ത് കയറി കഴിഞ്ഞാൽ നല്ല മനോഹരമായ കൊത്തുപണികളും രൂപങ്ങളും കാര്യങ്ങളൊക്കെ കാണാം. 2 വല്യമ്മമാർ നിൽപ്പുണ്ട്. ഈ പള്ളിയിൽ നമ്മൾ 1-2 പേരെ കാണാം. ഇത് നമ്മൾ പറഞ്ഞില്ല, ഇതാണ് മെജോറിറ്റി സ്കോട്ട്ലൻഡിൽ. ഇവർ തന്നെയാണ് ഇത് ഭരിക്കുന്നത്. ഈ പള്ളികൾ ഇവൻ്റെ കൂട്ടായ്മകളാണ് ഇത് ഭരിക്കുന്നത്, അല്ലാണ്ട് പോപ്പല്ല കേട്ടോ. പോപ്പിൻ്റെയും കൺട്രോളിലല്ല ഈ പള്ളികൾ. ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു ബിൽഡിങ് കാണാം, നല്ല കൊത്തുമണികളൊക്കെ ഉള്ള പഴയ ഒരു ബിൽഡിങ്. ഒരു ഇറ്റാലിയൻ റെസ്റ്റോറൻറ്റും അതിനോട് ചേർന്നാണ് ഞങ്ങളുടെ സ്പൈസസുകളൊക്കെ, നമ്മുടെ ഇന്ത്യൻ സ്പൈസസുകൾ വാങ്ങിക്കണ ഒരു ഈസ്റ്റേൺ സ്പൈസസ് എന്ന് പറഞ്ഞൊരു കട. ഇവിടെ എല്ലാം കിട്ടും കേട്ടോ. നമ്മുടെ കറിവേപ്പില, സ്പൈസസ്, കപ്പ, എന്ത് സാധനങ്ങളും കിട്ടും. ഞാനിവിടെ നിന്നാണ് വാങ്ങിക്കാറ്. അല്ലെങ്കിൽ ഗ്ലാസ്ഗോയിൽ പോയി ഇഷ്ടം പോലെയുണ്ട്. ഇവിടെ ബെൽസിൽ ഈ ഒരു കടയുള്ളൂ. പിന്നെ നമ്മൾ മെയിൻ സ്ട്രീറ്റ് ഇനി പയ്യെ മുന്നോട്ട് പോവുകയാണ് കേട്ടോ. വലതുവശത്ത് ഇപ്പോൾ വരുന്നതാണ് സ്കൂളാണ്, ഹൈസ്കൂളാണ്. ഹൈസ്കൂളൊക്കെ അതേ കൺസ്ട്രക്ഷൻ രീതി തന്നെയാണ് കേട്ടോ. പഴയതാണ്, സ്റ്റോൺ ബിൽഡിങ് വെച്ചുള്ള കൺസ്ട്രക്ഷനാണ്. ഈ സ്റ്റോൺ ബിൽഡിങ് പണിയുമ്പോൾ ഉള്ള പ്രയോജനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറമേ നിന്ന് മെയിൻ്റനൻസ് വളരെ കുറവാണ്. അന്ന് ആ പണിയുമ്പോൾ പണിതിട്ടതല്ലാണ്ട് പിന്നെ പെയിൻ്റ് അടിക്കേണ്ട ആവശ്യം ഇവർക്കില്ല. ഇതാണ് സ്കൂളിൻ്റെ ഫ്രണ്ടിലുള്ളൊരു പ്രതിമയാണ്. നമ്മുടെ നാട്ടിൽ ജവാന്മാർ മരിച്ചുപോയ അമർ ജവാൻ ജ്യോതി എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതുപോലെ 1-ാം ലോക മഹായുദ്ധത്തിൽ മരിച്ച വീരഭടന്മാരുടെ ഒരു സ്മാരകം ഇവിടെ ഉണ്ട്. ശരിക്കും ഇതൊക്കെയാണ് സ്കൂളുകളുടെ മുമ്പിൽ വെക്കേണ്ടത്. നമ്മുടെ സ്കൂളിൻ്റെ മുമ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ വിപ്ലവം ജയിക്കട്ടെ, SFI, KSU, ABVP എന്നൊക്കെ ഉള്ള ബാനറുകളുടെ ബഹളമായിരിക്കും. ഇതല്ല, ഇവർക്ക് വേണ്ടി പോരാടിയ 1-ാം ലോകയുദ്ധത്തിൽ പോരാടിയ ജവാന്മാർ, മരിച്ചുപോയവരുടെ എല്ലാവരുടെയും പേരും വീട്ടുപേരും കുത്തിവെച്ചിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട് പലപ്പോഴും ഇതിൽ കടന്നു പോകുമ്പോൾ പല പ്രായമായവരും ഇവിടെ വന്ന് പൂ വയ്ക്കുന്നതും അവരോടുള്ള ആ ഒരു ആദരവ് അർപ്പിക്കുന്നതും കാണാം. അപ്പോൾ സ്കൂളിലെ പിള്ളേർ എന്ന് സ്കൂളിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതൊക്കെ കണ്ടുകൊണ്ടാണ് അവർ പോകുന്നത്. അപ്പോൾ അവരുടെ ഉള്ളിലെ കുഞ്ഞു പ്രായത്തിൽ തന്നെ നമ്മൾ കടത്തിവിടുന്ന ആ ഒരു മെസ്സേജ് ഉണ്ടല്ലോ, ഇവരാണ് നമ്മുടെ ഹീറോസ്, അല്ലാണ്ട് രാഷ്ട്രീയക്കാരോ ഉദ്യോഗസ്ഥരോ അല്ല ഹീറോസ്. നമുക്ക് വേണ്ടി പോരാടുന്ന ഇങ്ങനെയുള്ള ജവാന്മാരാണ് ഹീറോസ് എന്ന് കാണിക്കുന്ന മെസ്സേജാണ്. അത് പലരും വന്ന് ചെയ്തേക്കണ കാര്യങ്ങളാണ്. അവിടെ അതിനെപ്പറ്റി ഒരു മെസ്സേജിൻ്റെ ഒരു നോട്ട് എഴുതി വെച്ചിട്ടുണ്ട്, നമുക്ക് വായിക്കുന്നവർക്ക് മനസ്സിലാക്കാം. ഇത് മെയിൻ സ്ട്രീറ്റിൽ തന്നെയെന്ന് വിചാരിക്കണം. മെയിനായിട്ട് ഉള്ള സ്ട്രീറ്റിൽ തന്നെ മെയിനായിട്ടുള്ളൊരു സ്കൂളിൻ്റെ വാതുക്ക തന്നെയാണ് ഇവരത് ചെയ്തേക്കണേ. ഇതൊക്കെ അംഗീകരിക്കേണ്ട കാര്യങ്ങളാണ്. അംഗീകരിക്കേണ്ടതും നമ്മൾ കോപ്പി ചെയ്യേണ്ട കാര്യങ്ങളുമാണ്. ജവാൻ്റെ പ്രതിമയാണ് കേട്ടോ അത്. ഞാനിപ്പോൾ പുറകിലെ ഭാഗത്തു നിന്നാണത് എടുക്കുന്നത്.
ചരിത്രം നമ്മൾ സൃഷ്ടിക്കുകയാണ് കേട്ടോ, മെമ്മറീസിലൂടെ. ഇത് കണ്ടോ, ഇപ്പം നമ്മളുടെ നാട്ടിൽ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ അപ്പൂപ്പന്മാരൊക്കെ വല്ല പോരാളികളിൽ നമ്മുടെ വീട്ടുപേരിൽ അവിടെ ഉണ്ടോ എന്ന് നമുക്കൊന്ന് പോയി നോക്കാമായിരുന്നു. നമ്മൾ വീണ്ടും തുടർന്ന് പോവുകയാണ്. പതിപോലെ ഷോപ്പുകൾ, തുണിക്കടകൾ, ബേക്കറികൾ, കണ്ണടക്കടകൾ, അങ്ങനെ എല്ലാം, ഒട്ടുമിക്ക എല്ലാ കാര്യങ്ങളും മെയിൻ സ്ട്രീറ്റിൽ തന്നെ ഉണ്ടാവും കേട്ടോ. നമുക്കൊരു പട്ടണത്തിൽ പോയി കഴിഞ്ഞാൽ അത്യാവശ്യമുള്ള കാര്യങ്ങൾ വാങ്ങിക്കാം. ടെസ്കോ എക്സ്ട്രാ, ഞാൻ പറഞ്ഞു സൂപ്പർ മാർക്കറ്റുകളെ പറ്റി. ടെസ്കോ, ആസ്ഡ, മോറിസൺ ഒക്കെയാണ് ഏറ്റവും വലിയ സൂപ്പർ മാർക്കറ്റുകൾ UK-യിൽ. ഇവിടെ ടെസ്കോയും ഉണ്ട്. ടെസ്കോ എക്സ്ട്രാ എന്ന് പറഞ്ഞാൽ വലുതാണ്. ടെസ്കോ എക്സ്ട്രയും ഉണ്ട്. നേരെ ഓപ്പോസിറ്റ് മോറിസണും ഉണ്ട്. നമ്മൾ തുടക്കത്തിൽ ആൽഡി കണ്ടു. ഇപ്പം ടെസ്കോയുടെ ഒരു മെയിൻ സ്ട്രീറ്റിൽ നിന്നൊരു 100 മീറ്റർ മാറി മോറിസൺ നല്ലൊരു സൂപ്പർ മാർക്കറ്റാണ്. മീനും ഇറച്ചിയൊക്കെ കിട്ടാൻ UK-യിൽ നല്ല മാർക്കറ്റ് മോറിസണാണ്. പക്ഷേ മോറിസൻ്റെ ഓപ്പണിംഗ് അവേഴ്സ് ഇച്ചിരി കുറവാണ്. അവർ 8 മണി 9 മണിയൊക്കെ ആകുമ്പോൾ അടച്ചു പോകും. ടെസ്കോ 12 മണി വരെ രാത്രി. പണ്ടത് 24 hours ആയിരുന്നു. ഇപ്പോൾ രാത്രി 12 മണി വരെ, രാവിലെ 6 മണി പോലെ തുറന്നിട്ടുണ്ടാവും ടെസ്കോ. എനിക്ക് തോന്നുന്നു ആസ്ഡി ഇപ്പോഴും 24 hours ആണെന്ന് തോന്നുന്നു. നമുക്കിവിടെ ബെൽസിൽ ആസ്ഡി ഇല്ല. തൊട്ടടുത്തത് ഒരു ടൗൺ ഉണ്ട്, ഒരു 3 മൈൽ പോയി കഴിഞ്ഞാൽ മദർവെൽ എന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് ആസ്ഡി ഉണ്ട് കേട്ടോ. അപ്പോൾ ടെസ്കോയും കണ്ടു, നമ്മൾ മോറിസണും കണ്ടു. ഇനി നമ്മൾ പയ്യെ മുന്നോട്ട് പോവുകയാണ്. ലോയേഴ്സ്, സോളിസിറ്റേഴ്സ്, ചെറിയ ചെറിയ കടകൾ. ഈ സാൽവേഷൻ ആർമി എന്ന് പറയുന്നത് ഒരു ചാരിറ്റബിൾ ആയിട്ടുള്ള കടയാണ് കേട്ടോ. നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ ഇവർക്ക് കൊടുക്കാം. ഇവരത് ചെറിയ വിലയ്ക്ക് വിറ്റ് ചാരിറ്റി പ്രവർത്തനത്തിനായിട്ട് ഉപയോഗിക്കും. അങ്ങനെ ഒരുപാട്, ബ്രിട്ടീഷ് ഹാർട്ട് ഫൗണ്ടേഷൻ, അങ്ങനെ ഒരുപാട് ഉണ്ട് കേട്ടോ ഇവിടെ ചാരിറ്റികൾ. നമ്മൾ കുട്ടികൾ, സ്റ്റുഡൻസ് മിക്കവരും തന്നെ ഇങ്ങനെയുള്ള ചാരിറ്റികളിൽ നിന്നാണ് വസ്ത്രങ്ങൾ വാങ്ങിക്കണേ. നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ കിട്ടുകയും ചെയ്യും. ബെഡുകൾ, ഫർണിച്ചറുകൾ ഒക്കെ കിട്ടും കേട്ടോ. കണ്ടോ, സ്പാർ എന്ന് പറഞ്ഞൊരു ചെറിയ മാർക്കറ്റുകൾ, ഫാം ഫുഡ് വേറെ ചെറിയ സൂപ്പർ മാർക്കറ്റ്. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഏറ്റവും വലുത് ടെസ്കോ ഉണ്ട്, മോറിസൺ ഉണ്ട്, അതിൻ്റെ അടുത്ത് ഈ ചെറിയ ചെറിയ സൂപ്പർ മാർക്കറ്റുകൾ ഇവിടെ സക്സസ് ആണ്. ഇവിടുത്തെ ആൾക്കാരുണ്ടല്ലോ, നടന്നു പോയി തൊട്ടടുത്ത സൂപ്പർ മാർക്കറ്റിൽ പ്രൈസ് ഇച്ചിരി കുറവാണെങ്കിലും പോയി വാങ്ങിക്കാൻ ഒരു മടിയന്മാരാണ്. തൊട്ടടുത്തുള്ള ചെറുതിന്നായാലും വില ഇച്ചിരി കൂടുതൽ കൊടുത്താലും അതുകൊണ്ടാണ് പാകിസ്ഥാനികളും ഇന്ത്യക്കാരെ കൂടെ ഒരുപാട് കൺവീനിയൻസ് സ്റ്റോറുകൾ തുടങ്ങി സക്സസ് ആവുന്നുണ്ട്. ഇത് ബൂട്ട്സ് വന്നു, അത് ഫാർമസിയാണ്. അത് കഴിഞ്ഞ് പൗണ്ട് സ്ട്രെച്ചർ, പൗണ്ട് ലാൻഡൊക്കെ UK-യിൽ നമുക്ക് എല്ലാത്തിൻ്റെ പ്രൈസും 1 പൗണ്ടും 2 പൗണ്ടിൻ്റെ ഒക്കെ ഇടയ്ക്കായിരിക്കും. വളരെ ചീപ്പായിട്ടുള്ള സാധനങ്ങൾ, ചൈനീസ് സാധനങ്ങളായിരിക്കും കൂടുതൽ. എന്നാലും ചീപ്പായിട്ട് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള എന്തെങ്കിലും ഹാങ്ങറുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും കിച്ചണിലേക്ക് ആവശ്യമുള്ള കാര്യങ്ങളോ വീട്ടിലേക്ക് എമർജൻസി ആയിട്ടുള്ള ഒരു ബാറ്ററിയോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവിടെ പോയി വാങ്ങിക്കാൻ വളരെ എളുപ്പമാണ്. പിന്നെ ഇപ്പോൾ നമ്മൾ പോസ്റ്റ് ഓഫീസ് കണ്ടു. അത് കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ടേക്ക് അവേകൾ, അങ്ങനെ അവസാനം വലതുവശത്തൊരു പള്ളിയുണ്ട്. അതോടുകൂടി ഏറെക്കുറെ മെയിൻ സ്ട്രീറ്റ് അവസാനിക്കുകയാണ്. അത് കഴിഞ്ഞ് എൻ്റെ പാരലായിട്ട് ബാക്കിൽ ഞാൻ നിങ്ങളെ കുറച്ച് കാര്യങ്ങളൂടി കാണിച്ചു തരാം. ഇത് ബാങ്ക് ഓഫ് സ്കോട്ട്ലൻഡിൻ്റെ ഒരു ബിൽഡിങ്ങാണ്. നല്ലൊരു ബിൽഡിങ്ങാണ് കേട്ടോ. ബാങ്ക് ഓഫ് സ്കോട്ട്ലൻഡ്, റോയൽ ബാങ്ക് ഓഫ് സ്കോട്ട്ലൻഡ്, അങ്ങനെയുള്ള നല്ല ബാങ്കുകൾ ഇവിടെ ഉണ്ട്. ഓഫീസുകൾ ഇപ്പോൾ ഉള്ള ബാങ്കുകൾക്ക് കുറവാണ്, എല്ലാം ഓൺലൈനാണ് ഇപ്പോൾ കൂടുതലും. എന്നാൽ പോലും ചില ബാങ്കുകൾക്ക് ഇപ്പോഴും നല്ല നല്ല ബിൽഡിങ്ങുകൾ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. നേരത്തെ കണ്ട പോലെ തന്നെ ക്യാൻസർ റിസർച്ച് UK വേറൊരു ചാരിറ്റബിൾ ട്രസ്റ്റാണ്.
ബിൽഡിങ്ങുകളൊക്കെ പഴയ സ്റ്റൈൽ തന്നെ കേട്ടോ. ചിലതൊക്കെ ഇത് കാലം കഴിഞ്ഞപ്പോൾ അവർ തേച്ചിട്ടുണ്ട്. എന്നാലും ഒട്ടുമിക്കതും കല്ലുകൾ തന്നെയാണ്, സ്റ്റോൺ തന്നെയാണ്. നമ്മളിപ്പോൾ മെയിൻ സ്ട്രീറ്റിൽ നിന്ന് മാറി ഇനി നമുക്ക് നോർത്ത് ലനാക്ഷേൻ്റെ ഒരു ഓഫീസുകളുണ്ട് ഇവിടെ. ഇപ്പോൾ എല്ലാവരും പേയ്മെൻറ്റുകളൊക്കെ എടുക്കുന്നത് ഓൺലൈനാണെങ്കിൽ പോലും ചില മുതിർന്നവർക്ക് ഇപ്പോഴും പോയി തന്നെ പേയ്മെൻറ്റ് അടയ്ക്കാനുള്ള അവരുടെ സർവീസുകൾ അവെയിൽ ചെയ്യാനുള്ള എന്തെങ്കിലും ആപ്ലിക്കേഷൻ കൊടുക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കുള്ളൊരു ഓഫീസ് ഇവിടെ ഉണ്ട്. ഞാനത് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ അവിടെ നിന്ന് പോയി വഴിയുടെ അങ്ങേയറ്റത്ത് ലെഫ്റ്റിൽ വലതുവശത്ത് വേറൊരു ബാപ്റ്റിസ്റ്റ് ചർച്ച് പിന്നെയും വരുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു സ്കോട്ട്ലൻഡിൽ ഒത്തിരി ചർച്ചുകളുണ്ടെന്ന്. പതിനഞ്ച് മിനിറ്റ് നടക്കാനുള്ള ഉള്ളൂ കേട്ടോ ബെൽസിൽ മെയിൻ സ്ട്രീറ്റും അതിൻ്റെ അടുത്തുള്ള ഫെസിലിറ്റികളും. ഇപ്പോൾ നമ്മൾ നടന്നു തുടങ്ങിയിട്ട്, നിങ്ങൾ എൻ്റെ കൂടെ നടന്നു തുടങ്ങിയിട്ട് ഇപ്പോൾ എത്ര നേരമായി കാണും? 10, 15, 20 മിനിറ്റായി നമ്മളെല്ലാം കണ്ടു. വലിയ വലിയ സൂപ്പർ മാർക്കറ്റുകൾ, എല്ലാ പള്ളികൾ, ഇനിയിപ്പോൾ കൗൺസിലിൻ്റെ ഓഫീസ്. ഈ ഇടത്ത് വശത്ത് കാണുന്ന പുല്ലിൻ്റെ കാണുന്നതാണ് ഓഫീസ്. അവരുടെ ഫ്രണ്ടിലേക്ക് നമ്മളിങ്ങനെ കറങ്ങി പോകണം. വലതുവശത്ത് കാണുന്ന ബാപ്റ്റിസ്റ്റ് പള്ളി. റോഡിൻ്റെ സൈഡിൽ മിക്കവാറും തന്നെ ഒത്തിരി കാറുകൾ പാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട് കാറുകൾ വെറുതെ കിടക്കണ കാറുകൾ തന്നെ ഇവിടെ എന്തോരാണ്. ഒരാൾക്ക് 2 കാറ് വെച്ചെങ്കിലും ഉണ്ടാവും ഒരു കണക്കെടുത്ത് കഴിഞ്ഞാൽ. ഇപ്പോൾ ഈ ഇടതുവശത്ത് കാണുന്നതാണ്. എന്ത് മനോഹരമായിട്ടാണ് ആ കല്ലൊക്കെ വിരിച്ച് നിർത്തിയാണ്. ഇതാണ് കൗൺസിലിൻ്റെ ഓഫീസ്. നോർത്ത് ലനാക്ഷയറിൻ്റെ ബെൽസിലുള്ള കൗൺസിൽ ഓഫീസ്. ഓരോ സിറ്റിയിലും ഓരോ ഓഫീസ് ഉണ്ടാവും ഇവർക്ക്. ഇവിടെ സ്റ്റാഫ് ഒരു 3-4 സ്റ്റാഫൊക്കെ ഉണ്ട്. നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ ചെയ്യാനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓൺലൈനുണ്ട്, സർവീസ് ഉണ്ട്. ഈ മുതിർന്നവർക്കൊക്കെ പോകാനും വരാനും ഒക്കെ ആയിട്ട് അവർക്ക് ഇൻ്റർനെറ്റ് അധികം ആക്സസബിൾ അല്ലല്ലോ. ഇനി അതിൻ്റെ തൊട്ടോ ഓപ്പോസിറ്റായിട്ട് ഒരു കൾച്ചറൽ സെൻറ്ററും ഒരു ലൈബ്രറി ഉണ്ട്. ഒത്തിരി ബുക്കുകളും കാര്യങ്ങളും നമുക്ക് റെൻറ്റിനെടുക്കാം. അതുപോലെ തന്നെ CD-കൾ, കാസറ്റുകൾ. ഇപ്പോൾ ഇവിടെ ഇപ്പോഴും മറ്റേ നമ്മുടെ കാസറ്റ് പ്ലെയർ ഉണ്ടല്ലോ, അത് കാണുന്നവർക്ക് ഇപ്പോഴും പ്രായവരുണ്ട് കേട്ടോ. അതുപോലെ തന്നെ CD പ്ലെയറുകൾ കാണുന്നവരുണ്ട്. ഞാനിവിടെ പണ്ട് ബോളിവുഡിലെ പടങ്ങൾ വരെ, ഹിന്ദി പടങ്ങൾ വരെ ഇവിടെ അവൈലബിളാണ്. നമുക്ക് റെൻറ്റിനെടുക്കാം. നമുക്കൊരു കാർഡുണ്ട്. നമുക്ക് ആ കാർഡ്, മെമ്പർഷിപ്പിൻ്റെ ഒരു കാർഡ് എടുക്കുക. അതിന് പൈസ ഒന്നും കൊടുക്കണ്ട. ആ കാർഡ് നമ്മുടെ ID കാർഡ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു കാർഡ് മേക്ക് ചെയ്ത് അപ്പം തന്നെ തരും. ആ നമ്പറിൽ നമുക്ക് ബുക്കുകൾ എടുക്കാൻ, വായിക്കാനായിട്ട്. ഭഗവത്ഗീത വരെ ഉണ്ട്. ഭഗവത്ഗീത, ബൈബിള്, എല്ലാ സാധനങ്ങളും ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ളത് വായിക്കാം. അങ്ങനെ ഞങ്ങൾക്കൊരു ലൈബ്രറി ഉണ്ട് ഇവിടെ. ഇതൊക്കെ മോഡേൺ ബിൽഡിംഗ് ആണ് കേട്ടോ. ആ കൺസ്ട്രക്ഷൻ കണ്ടറിയാലോ. ഇനി നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരത്തെ കണ്ട ആ ചർച്ചിൻ്റെ സൈഡിൽ കൂടെ നമുക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാം. ചെറിയ ടൗണാണ്, എന്നാൽ പോലും ഞങ്ങൾക്ക് ഇവിടെ എല്ലാ കമ്മ്യൂണിക്കേഷനും ഉണ്ട്. ഇവിടെ നിന്ന് ബസ്സുകളുണ്ട്. 240 നമ്പറുള്ള ബസ്സുകൾ, ഗ്ലാസ്ഗോയ്ക്ക് പോകുന്ന ബസ്സുകളുണ്ട് ഞങ്ങൾക്ക്. പിന്നെ ട്രെയിൻ സർവീസ് ഉണ്ട്. എഡിൻബറയ്ക്ക് പോവാം, മദർവെല്ലി വഴി പോവാം. ഗ്ലാസ്ഗോയ്ക്കുണ്ട് ട്രെയിൻ സർവീസുകൾ. അപ്പോൾ ഈ ചർച്ചിൻ്റെ പുറകിലായിട്ടാണ് ചർച്ച്. ഞാൻ പറഞ്ഞില്ലേ ബാപ്റ്റിസ്റ്റ് ചർച്ചാണ്. ഇതാ കല്ലുകൊണ്ട് സൂപ്പർ ബിൽഡിങ്ങുകളാണ് കേട്ടോ. ആ കല്ലൊക്കെ ഏത് സിമൻറ്റ് വെച്ചാൽ പണിതേക്കണമെന്നറിയില്ല. ഒരു കല്ല് പോലും 250 വർഷം കഴിഞ്ഞിട്ടും അനങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. ആ മതിലുവിൻ്റെ കല്ല് പോലും അത്ര സ്ട്രോങ്. ഇനി അതിൻ്റെ സൈഡിൽ പാർക്കിങ്ങും. നമുക്ക് തോന്നില്ല അവിടെ ഒരു റെയിൽവേ സ്റ്റേഷൻ ട്രാക്കുകൾ. നമുക്കിവിടെ കാറ് പാർക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് ട്രാവൽ ചെയ്യാം.
ഒരു സൈഡിൽ കയറാൻ സ്റ്റെപ്പും മറ്റേ വശത്ത് ഹാൻഡിക്യാപ്ഡുള്ള ആൾക്കാർക്ക് കയറാനുള്ള വീൽ ചെയർ ആക്സസും ഉണ്ട് കേട്ടോ. യാത്രക്കാർക്ക് കാത്തിരിക്കാനുള്ള സ്ഥലമുണ്ട്. ട്രാക്കിൻ്റെ അപ്പുറത്തെ പ്ലാറ്റ്ഫോമിൽ ടിക്കറ്റുകൾ എടുക്കാനും ഒരു കൗണ്ടറും ഉണ്ട് കേട്ടോ. സോ പേഴ്സണലി അറ്റൻഡ് ചെയ്യാനായിട്ടൊരു കൗണ്ടറും ഉണ്ട്. ഈ ട്രാക്കിൽ ട്രെയിൻ വന്ന ലേറ്റായിട്ടാണ്. ഓപ്പോസിറ്റ് ട്രാക്കിൽ ഇപ്പോൾ തന്നെ ഒരു ട്രെയിൻ വരാനുണ്ട്. അവിടെ ആൾക്കാർ കാത്തു നിൽപ്പുണ്ടല്ലോ. അത് ഗ്ലാസ്ഗോ ഭാഗത്തേക്ക് പോകുന്ന ട്രെയിനാണ്. ഇന്നൊരു മാച്ച് നടക്കുന്നുണ്ട് ഗ്ലാസ്ഗോ, സ്കോട്ട്ലൻഡും ക്രൊയേഷ്യയായിട്ട്. അതിന് പോകുന്ന ആൾക്കാരായിരിക്കണം. പാവാടയൊക്കെ ഇട്ട് ഒരു സ്കോട്ട്ലൻഡിൻ്റെ ഒരു വേഷം ഉണ്ടല്ലോ, ഒഫീഷ്യൽ വേഷം. പാവാടയും ആണുങ്ങൾ പാവാട ഇട്ട് നടക്കുന്ന ഒരു ഇവരുടെ ഒഫീഷ്യലായിട്ടുള്ള വേഷമാണത്. ഇങ്ങനെയുള്ള അവസരങ്ങളിൽ സ്കോട്ട്ലൻഡിനോടുള്ള ആദരവ് കാണിക്കാനായിട്ട് ഇവർ യുവാക്കൾ പലരും ആ പാവാടയും ഒരു സഞ്ചിയൊക്കെ തൂക്കിയിട്ട് നല്ല രസകരമാണ് അത് കാണാനായിട്ട്. ആ ഡ്രസ്സ് ഒരു ചെക്ക് കളറിലുള്ള പാവാടയായിരിക്കും. ഇത് സ്കോട്ട് റെയിലിൻ്റെ ട്രെയിനാണ്. ആ അവസാനം കാണുന്ന മോളിൽ കൂടെ ഉള്ളൊരു മേൽപ്പാലാണ് കേട്ടോ. കടന്ന് അപ്പുറത്തെ ട്രാക്കിലേക്ക് പ്ലാറ്റ്ഫോമിലേക്ക് പോകാനായിട്ടുള്ള 2 ട്രാക്കേ ഉള്ളൂ. മദർവെല്ല് എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞില്ല ഒരു ടൗൺ, അത് കുറച്ചും കൂടി വലിയൊരു ടൗണാണ്. ഇവിടെ നിന്നൊരു 2 മൈലേ വരുള്ളൂ. അവിടെ നിന്ന് പിന്നെ നമ്മൾ എഡിംബ്ര ഭാഗത്തേക്കൊക്കെ പോകാനുള്ള ട്രെയിനുകൾ, ലോങ് ട്രെയിനുകൾ കിട്ടും. എഡിംബ്ര, കാർലൈല്, മഞ്ചസ്റ്റർ ആ ഭാഗത്തേക്കൊക്കെ പോണ അവാന്തി എക്സ്പ്രസ് എന്ന് പറഞ്ഞ ട്രെയിനുകളൊക്കെ അധികം മദർവെല്ല് വഴിയാണ് കടന്നു പോകുന്നത്. ബെൽസിൽ ലോക്കലായിട്ടുള്ള സ്കോട്ട് റെയിലിൻ്റെ ട്രെയിനുകൾ മാത്രമേ വരുള്ളൂ. നമ്മൾ ലോങ് ഡിസ്റ്റൻസ് ട്രെയിനുകൾ പിടിക്കണമെങ്കിൽ ഒന്നുകിൽ ഗ്ലാസ്ഗോയിൽ പോകണം, അല്ലെങ്കിൽ മദർവെല്ലിൽ പോകണം. പിന്നെ വേറൊരു പ്രയോജനമുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു എന്നറിയില്ല. ബെൽസിൽ 2 ഹൈവേകൾക്കും നമുക്ക് ആക്സസ് ഉണ്ട്. സ്കോട്ട്ലൻഡിലെ 2 ഇമ്പോർട്ടൻറ്റ് ഹൈവേ ആണ് M74ഉം M8ഉം. M8 എന്ന് പറഞ്ഞാൽ ഗ്ലാസ്ഗോനെയും എഡിംബ്രേനെയും ബന്ധിപ്പിക്കുന്നത്. M74 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് കണ്ടിന്യൂ ചെയ്ത് അങ്ങനെ ഇംഗ്ലണ്ട് വരെ പോകുന്ന ഹൈവേ ആണ്. കാർലൈല്, മഞ്ചസ്റ്റർ അങ്ങനെ കടന്ന് ഇംഗ്ലണ്ട് വരെ ടച്ച് ചെയ്യുന്നതാണ് M74. ഇത് 2 ഹൈവേകൾക്കും ആക്സസ് ഉള്ളൊരു സിറ്റിയാണ് ബെൽസിൽ. അപ്പോൾ സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്യാമെന്നുള്ളവർക്ക് പ്രയോജനമാണ്. ഇപ്പം ഞാൻ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് വീട്ടിലേക്ക്. ഇതും ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. ഇത് കാണിക്കാൻ വേണ്ടിയാണ് ഞാനിത് ചെയ്തത്. അപ്പുറത്തെ ഭാഗത്ത് നമ്മൾ ഹൈവേയും ഹൈ സ്ട്രീറ്റും ഒക്കെ കണ്ടു. നടന്നു പോകേണ്ടവർക്ക്, ട്രാഫിക് ഇഷ്ടം അല്ലാത്തവർക്ക് സൗകര്യമായിട്ട് പട്ടീനിയായിട്ടോ സൈക്കിളൊക്കെ ആയിട്ട് പോകാനായിട്ടുള്ള ചെറിയ വഴി, ശാന്തമായിട്ട്. അത് 2 സൈഡിലും സീസൺ ചെയ്ത, 2 സൈഡിലും കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ചെയ്ത വുഡ് വെച്ച് ഒരു ബേസ് പോലെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ നടുക്ക് ടാറിട്ട് നിറച്ചേക്കണതാണ് കേട്ടോ. സിമ്പിൾ പരിപാടി, നല്ല സ്മൂത്തായിട്ട് കിടക്കും, കോസ്റ്റ് കുറവ്, ശാന്തത ഇഷ്ടപ്പെടുന്നവർക്ക്. അപ്പോൾ തിരിച്ചു പോകുന്ന ആ വഴിക്കാണ്. എന്ത് രസമാണെന്ന് നോക്കി, ഒരാൾക്കാർ പോലുമില്ല. ഇനി നേരെ നമ്മൾ ചെന്ന് കയറുന്ന ഒരു വലിയ വിശാലമായ ഒരു ഫുട്ബോൾ പോലത്തെ ഒരു ഗ്രൗണ്ടിലേക്കാണ്. ആൾക്കാർക്ക് പട്ടീനെ കൊണ്ടുപോയി കളിപ്പിക്കാനോ കൊച്ചു പിള്ളേരെ കൊണ്ട് പന്ത് കളിപ്പിക്കാനോ ഒരു ട്രാഫിക്കും ഇല്ല, ഒരു പേടിക്കേണ്ട കാര്യമില്ല. ഇങ്ങനെയുള്ള സ്ഥലങ്ങളാണ് ഇവിടെ കൂടുതലുള്ളത്. നമ്മുടെ നാട്ടിൽ മിസ് ചെയ്യുന്നു ഇതൊക്കെ തന്നെയാണ്. ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തിൽ കുറച്ചും കൂടി വെളിമ്പറമ്പുകളൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് കളിക്കാനായിട്ട്. ഇന്നത്തെ കുട്ടികൾക്ക് അതും ഇല്ലയെന്ന് എനിക്ക് തോന്നുന്നത്. റോട്ടിൽ തന്നെ കളിക്കേണ്ടി വരും, വണ്ടികളൊക്കെ നോക്കിയിട്ട് കളിക്കേണ്ടി വരും. ഇവിടെ അങ്ങനെയല്ല കേട്ടോ. ഇവിടെ ഇപ്പോഴും പക്ഷേ ക്ലൈമറ്റ് നമ്മുടെ നാട്ടിലെ പോലെ ഫേവറബിൾ അല്ല. തണുപ്പത്തൊക്കെ നിന്ന് കളിക്കേണ്ടി വരും. പക്ഷേ സമ്മർ കുറച്ച് നാൾ എൻജോയ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ കമൻറ്റ് താഴത്ത് എഴുതണം.
ഇനി എങ്ങനത്തെ വീഡിയോകളൊക്കെ കാണാൻ ഇഷ്ടപ്പെടുന്നതെന്നൊക്കെ പറഞ്ഞൊരു ചെറിയ ഡയറക്ഷൻ നമുക്ക് തരികയാണെങ്കിൽ നമുക്കത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഒന്ന് നമ്മളോടൊന്ന് ഇൻട്രാക്ട് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ കൂടെ ഞാൻ നിങ്ങളെയും കൂടി ഈ ടൗൺ കാണിച്ചു, വെൽസിൽ കാണിച്ചു. ഇനി എന്തെങ്കിലുമൊക്കെ ഇവിടെ കാണിച്ചു തരാം. നമ്മൾ ഓരോ ബ്ലോഗേഴ്സ് കാണുമ്പോഴും ഒരു ലോകം വ്യത്യസ്ത രീതിയിൽ കൂടിയാണല്ലോ കാണുന്നത്. അപ്പോൾ ഞാൻ കാണിച്ചു തന്നത് ഇതൊക്കെയാണ്. ഇത് നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഇവിടെ കാണേണ്ടതെന്നും നിങ്ങളിതുകൊണ്ട് നേടിയ അറിവെന്താണെന്നും ഒക്കെ ഒന്ന് താഴ്ത്ത് പറയുകയാണെങ്കിൽ സന്തോഷമായിരുന്നു. ഓക്കെ, താങ്ക് യു.